അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് ഈ വീഡിയോയിൽ സൂറത്തുൽ ഹശ്റിലെ 10-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു വന്നിട്ടുള്ള മനോഹരമായൊരു പ്രാർത്ഥനയാണ് പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. യഖൂലൂന റബ്ബന ഇഗ്ഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. വിശ്വാസികൾ അവർ പ്രാർത്ഥിക്കുന്നവരാണ്. എന്താണ് അവരുടെ പ്രാർത്ഥന? റബ്ബന ഇഗ്ഫിർ ലനാ, ഞങ്ങളുടെ റബ്ബെ ഞങ്ങൾക്ക് നീ പുറത്തു താ. നമ്മുടെ ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കേണ്ടത് പ്രാർത്ഥന നമ്മുടെ തെറ്റുകൾ അള്ളാഹു പുറത്തു തരാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹു പുറത്തു തന്നില്ല എങ്കിൽ നമ്മളൊക്കെ നഷ്ടക്കാരിൽ പെട്ടുപോകുമല്ലോ. പക്ഷേ ഞങ്ങൾക്ക് മാത്രമല്ല, മുഴുവൻ വിശ്വാസികൾക്കും, ഈമാനിൽ ഞങ്ങളെ മുൻകടന്നു പോയിട്ടുള്ള ഞങ്ങളുടെ മുഴുവൻ സഹോദരങ്ങൾക്കും. അപ്പോൾ വിശ്വാസികൾ മുഴുവൻ പേരും ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ എന്നുള്ളൊരാശയം അവിടെ നമ്മൾ എടുത്തു പറയുന്നുണ്ട്. ഈമാനിൽ ഞങ്ങളെ മുൻകടന്നു പോയിട്ടുള്ള മുഴുവൻ സഹോദരങ്ങൾക്കും നീ പുറത്തു വരണം. മുൻകടന്നു പോയിട്ടുള്ളവർ മാത്രമല്ല, സമകാലികരായ വിശ്വാസികളും. വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. റബ്ബേ, വിശ്വാസികളായ ഒരാളോടും ഞങ്ങളുടെ മനസ്സിൽ യാതൊരു തരത്തിലുമുള്ള വിദ്വേഷവും നീ ഉണ്ടാക്കരുതേ. അപ്പോൾ വിശ്വാസിയോട് ഏതെങ്കിലും തരത്തിൽ പകയുണ്ടാവുക, വിദ്വേഷമുണ്ടാവുക എന്നുള്ളത് ഒരിക്കലും ഭൂഷണമായിട്ടുള്ള കാര്യമല്ല. അങ്ങനെ വിശ്വാസവും പകയും ഒന്നിച്ചു ചേരുക എന്നുള്ളത് പോസിബിളായിട്ടുള്ളൊരു കാര്യമല്ല, അല്ലെങ്കിൽ അങ്ങനെ ഉചിതമായ കാര്യമല്ല എന്നുള്ളതാണ്. നമ്മൾ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാറുള്ളവരാണെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടുന്നൊരു കാര്യം, നമ്മുടെ നാട്ടിൽ ബന്ധുക്കളായിട്ടുള്ള അല്ലെങ്കിൽ അയൽവാസികളായിട്ടുള്ള നമ്മുടെ മഹല്ലുവാസികളായിട്ടുള്ള സഹപ്രവർത്തകരായിട്ടുള്ള ഏതെങ്കിലുമൊക്കെ വിശ്വാസികളോട് നമ്മുടെ മനസ്സിൽ ഏതെങ്കിലും തരത്തിൽ പകയുണ്ടെങ്കിൽ, വിദ്വേഷമുണ്ടെങ്കിൽ അത് ഈ പ്രാർത്ഥനയ്ക്ക് എതിരാണല്ലോ എന്ന് നമ്മൾ ചിന്തിക്കണം. അതുപോലെ നമ്മുടെ നാട്ടുകാരും ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമല്ല, വ്യത്യസ്ത നാടുകളിലുള്ള വ്യത്യസ്ത സംഘടനക്കാരായ വ്യത്യസ്ത ആശയക്കാരായ വിശ്വാസികളോട് അവർ ആ പറഞ്ഞ ഭിന്നതകളുടെ പേരിൽ, ആശയപരമായ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഭിന്നതകളുടെ പേരിൽ, വ്യത്യാസങ്ങളുടെ പേരിൽ നമുക്ക് അവരോട് പകയുണ്ടെങ്കിൽ അല്ലെങ്കിൽ വിദ്വേഷമുണ്ടെങ്കിൽ അത് നമ്മുടെ വിശ്വാസത്തിനെതിരാണല്ലോ, നമ്മുടെ പ്രാർത്ഥനയ്ക്കെതിരാണല്ലോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. അപ്പം നമ്മൾ ഈ പ്രാർത്ഥന ശീലിച്ചിട്ടില്ലെങ്കിൽ ഇനി മുതൽ വിശ്വാസികൾ തമ്മിൽ പരസ്പരം സ്നേഹമുണ്ടാകാൻ, മനസ്സിൽ പകയില്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെല്ലേണ്ടുന്ന പ്രാർത്ഥനയാണ്, വിശ്വാസികളുടെ ഒരു പ്രാർത്ഥനാ സംസ്കാരത്തിൽപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് എന്നുള്ള ഓർമ്മയോടുകൂടി നമ്മൾ പ്രാർത്ഥിക്കണം. ഞങ്ങൾ റബ്ബേ, ഞങ്ങൾക്കും വിശ്വാസികളായി ഞങ്ങളെ മുൻകടന്നു പോയിട്ടുള്ള മുഴുവൻ സഹോദരങ്ങൾക്കും നീ ഞങ്ങൾക്ക് പുറത്തു തരണമേ. അതുപോലെ വിശ്വാസികളോട് യാതൊരു തരത്തിലുമുള്ള വിദ്വേഷവും ഞങ്ങളുടെ ഹൃദയത്തിൽ നീ ബാക്കി ഉണ്ടാക്കരുതേ. ഇന്നക റഊഫുർ റഹീം, റബ്ബനാ ഇന്നക റഊഫുർ റഹീം, നീ ഏറെ പൊറുക്കുന്ന, ഏറെ ദയാലുവായിട്ടുള്ളവനാണല്ലോ എന്നുള്ള ഈ ഒരു പ്രാർത്ഥന നമ്മുടെ ശീലമാകണം. ഇതിനനുസരിച്ച് മുഴുവൻ പേരും ഈ നമ്മുടെ മനസ്സിൽ സ്നേഹത്തോടു കൂടി കൊണ്ട് നടക്കാൻ, അവരോടുള്ള പകയും വിദ്വേഷവും ഒക്കെ മായ്ച്ചു കളയാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.